പഴയ വാതിൽ എവിടെ? ആ പഴയ വാതിൽ സ്ട്രോങ് റൂമർ ഇല്ല എന്നാണ് നമ്മുടെ റിപ്പോർട്ടർ സംഘം, നമ്മുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ ക്ലാഡ് ചെയ്ത ഗോൾഡോ, ആ സ്വർണമോ? നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദ്വാരപാലക ശില്പങ്ങളുടെ കാര്യമാണ് കോടതി അന്വേഷിക്കാൻ പറഞ്ഞത്. അതാണ് കാരണം. ആ സമയത്ത് ദ്വാരപാലക ശില്പങ്ങളുടെ കാര്യത്തിൽ മാത്രമേ പ്രശ്നമുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതിനും 5-6 മാസം മുമ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ പണി തുടങ്ങുന്നത് വാതിലിലാണ്. ഇതിലാണ് പിന്നീടുള്ള ദ്വാരപാലക ശില്പങ്ങളിലൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റി കട്ടിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് വാതിൽ ഒഴിവാക്കണം? ആ വാതിൽ അന്വേഷിക്കണ്ടേ? രേഖകൾ പിടിച്ചെടുക്കണ്ടേ? അതിനെക്കുറിച്ച് ഈ കോടതി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഞങ്ങൾ വാതിലിൻ്റെ രേഖകളും ഞങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ടെന്ന് കോടതി പരാമർശിക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം അന്വേഷിക്കാനാണ് പറയുന്നത്, മുമ്പോട്ടും പുറകോട്ടുമെല്ലാം. ശബരിമലയിലെ ദ്വാരപാലക ശില്പപാളികളിലോ അതുപോലെ തന്നെ 2 വശത്തുമുള്ള പാളികളിലേക്കാൾ കൂടുതൽ സ്വർണം ഈ 2 വാതിലിലുണ്ട്. അത്രയും സ്വർണം പൂശിയിട്ടുണ്ട്, ക്ലാഡ് ചെയ്തിട്ടുണ്ട്. ആ സ്വർണം എവിടെ പോയി? അതുകൂടി അന്വേഷിക്കാൻ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇപ്പോൾ തന്നെ തയ്യാറെടുക്കും എന്ന് ഞാൻ കരുതുന്നു. അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ കോടതി വീണ്ടും നിങ്ങളോട് അതിനെ രേഖ കൂടി കൊണ്ടുവരൂ, അതുകൂടി അന്വേഷിക്കൂ എന്ന് പറയേണ്ടി വരും. ഓരോ ദിവസവും കഥ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അത്ഭുതത്തിൻ്റെ ദ്വീപ് നീണ്ടു വരികയാണ്. ഞാൻ ഈ കാര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പങ്ക്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപെടൽ 2019 മാത്രം ഒതുങ്ങുന്നതാണെന്ന് കരുതുന്നില്ല. എന്ന് മാത്രമല്ല, ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കുന്ന ദ്വാരപാലക ശില്പത്തിലും ഒതുങ്ങില്ല എന്നുള്ളതാണ് എൻ്റെ ഉറച്ച ബോധ്യം.